വാഷിംഗ്ടണിൽ നടക്കുന്ന ക്വാഡ് ഉച്ചകോടിയിൽ വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തനിനിറം തുറന്നുകാട്ടി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ പാക് സംഘർഷ സമയത്തെ വെടിനിർത്തൽ കരാറിൽ ട്രംപിന്റെ അവകാശവാദത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി നൽകിയത്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം. ട്രംപ് വെറുതെ ആളാകാൻ പറയുന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഇരു രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളുടെ ഫലമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല, വെടിനിർത്തലിനെ ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചയുമായി ബന്ധിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം അദ്ദേഹം നിരസിക്കുകയും ചെയ്തു. സൈനിക തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളാണ് വെടിനിർത്തലിന്റെ യഥാർത്ഥ അടിസ്ഥാനമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് തറപ്പിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം റഷ്യയിൽ നിന്നും ഇന്ധനം വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ വൻ ഇറക്കുമതി തീരുവ ചുമത്താനുള്ള യുഎസിന്റെ നീക്കത്തെ പോലും അദ്ദേഹം പ്രതികരണം അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഇന്ത്യ ബോധവാന്മാരാണ് എന്നും അമേരിക്കയുമായി ആശയവിനിമയം നടത്തുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. US സെനറ്റർ ലിസി ഗ്രഹാമുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും പ്രത്യേകിച്ച് ഊർജം, സുരക്ഷ എന്നിവയിലെ ഞങ്ങളുടെ ആശങ്കകളും താല്പര്യങ്ങളും അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് എന്നും ജയശങ്കർ വ്യക്തമാക്കി. അതുപോലെ തന്നെ ബില്ലിന്റെ സ്വാധീനം ഇന്ത്യ വിലയിരുത്തും. ആ കടമ്പ നമ്മൾ മറികടക്കുമെന്നും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. റഷ്യയുമായി വലിയ തോതിൽ വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങൾക്കെതിരെ കനത്ത തീരുവ എന്ന റെഡ് കോഡ് പ്രയോഗിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നു എന്ന സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നതും. കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഇന്ത്യക്കിട്ട് നല്ല പണി കൊടുക്കാൻ ഒരുങ്ങുകയായിരുന്നു ട്രംപ്. ആ ഒരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചു വന്നതും. ഒരേ സമയം ഇരട്ട നിലപാടുകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ട്രംപ് എന്ന നേതാവിന്റെ ആ ഒരു പ്രാവീണ്യം കൂടുതലും കൂടെയാണ്. അതേസമയം ഇന്ത്യയുമായി നല്ല ബന്ധത്തിൽ ആണ് എന്ന് പറയുന്ന ട്രംപ് തന്നെ കുറച്ചു കഴിയുമ്പോൾ അതിന് വിപരീതമായ രീതിയിൽ പെരുമാറുകയും ചെയ്യാറുണ്ട്. മറ്റു രാജ്യങ്ങളുമായി ഇന്ത്യ സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് ട്രംപിന് ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് മറ്റൊരു സൂചന. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനങ്ങൾ മാറ്റി പറയുന്നതെന്നും അഭിപ്രായമുള്ളവരുണ്ട്. കൂടാതെ തന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രതിരോധ നടപടികളും മറ്റുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഉടൻ തന്നെ അമേരിക്കയേക്കാൾ വലിയ ഒരു സേന ചൈന പിന്തുടരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷമാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ ഒരു നിലപാട് വന്നതും. റഷ്യയുമായി എണ്ണ വ്യാപാരത്തിൽ വലിയ പങ്കാളിത്തമുള്ള ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് 500% വൻ അധിക നികുതി ചുമത്താനുള്ള നീക്കത്തിലാണ് ട്രംപ് എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നതും. ഇറക്കുമതി തീരുവ ബില്ലുമായി ബന്ധപ്പെട്ട് US സെനറ്റർ ലിസി ഗ്രഹാമിന്റെ പ്രസ്താവന പുറത്തുവരികയും ചെയ്തിരുന്നു. റഷ്യയുടെ എണ്ണയും അതുപോലെ തന്നെ ഗ്യാസും വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ 500% ഇറക്കുമതി തീരുവ ഈടാക്കാനുള്ള ബിൽ എന്നതായിരുന്നു അവർ ഒരു അഭിമുഖത്തിനിടയിൽ വ്യക്തമാക്കിയതും. മാത്രമല്ല, ഓഗസ്റ്റിലായിരിക്കും ഈ ബില്ല് അവതരിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.